എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി അവിടെ വെച്ച് നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. വിവാഹ തടസ്സം, ഇതുവരെ വിവാഹമായിട്ടില്ല, 30-35 വയസ്സായിട്ടും വിവാഹ തടസ്സം നേരിടുന്ന ഭക്തജനങ്ങൾ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ ഗ്രഹനില അയച്ചു തരിക. ഞാൻ ഇഷ്ടംപോലെ വിവാഹപരമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരുടെയൊക്കെ നടന്ന് ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർ നടക്കാനുണ്ട്. 20% മാത്രം ആൾക്കാരുടെ വിവാഹം നടന്നിട്ടുള്ള കാര്യമുള്ളത് നമുക്ക് തന്നെ പറയണമല്ലോ. ഈ നവഗ്രഹാർച്ചനയും ചില വഴിപാടുകളും ചെയ്തിട്ട് നടക്കാത്ത ഇഷ്ടംപോലെ ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, പരിഹാരങ്ങൾ ചോദിക്കുന്നുമുണ്ട്. തിരുമേനി പറഞ്ഞ പോലെ നവഗ്രഹ അർച്ചനയൊക്കെ ചെയ്ത് പക്ഷേ എന്നിട്ടും വിവാഹം വരുന്നില്ല. പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ നവഗ്രഹ അർച്ചന തന്നെ തുടർന്ന് പോകുന്നതായിരിക്കും നല്ല. അല്ലാതെ നമ്മൾ ഈ വിവാഹത്തിന് വേണ്ടി കൂടുതൽ പൂജകൾ ചെയ്ത് പൈസകളൊക്കെ നഷ്ടപ്പെടുത്തി ഉള്ള വിശ്വാസ കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നവഗ്രഹാർച്ചനയാണ് ഏറ്റവും ഉത്തമം. ചിലയിടത്ത് നവഗ്രഹ പുഷ്പാഞ്ജലി ഉണ്ടാകാം. നവഗ്രഹ പൂജ പറയാത്തത് ഒന്നാമത്തെ കാര്യം, ഈ നവഗ്രഹ പൂജ എന്നൊക്കെ പറയുമ്പോൾ പല ക്ഷേത്രത്തിൽ പല ചാർജാണ് ഉള്ളത്. അത് സാമ്പത്തികമുള്ളവർ നവഗ്രഹ പൂജ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പൊതുവേ നമുക്ക് കോമൺ ആയിട്ട് വിവാഹ തടസ്സം മാറാൻ വേണ്ടി നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിക്കാം. അതായത് ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ, അതായത് വെളുത്ത ഷഷ്ടിയിലും ചെയ്യാം, അതേപോലെ തന്നെ കർത്തവാവ് വരുന്ന ഷഷ്ടിയിലും ചെയ്യാം. ഇത് ചെയ്യേണ്ടത് വിവാഹപരമായ തടസ്സങ്ങൾ നേരിടുന്ന 2 വിവാഹമാല. അതിപ്പം നമുക്ക് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മതി. അതിപ്പം നാരങ്ങമാലയല്ല, വിവാഹമാല എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് പൂക്കടയിൽ നിന്ന് മേടിക്കുക. ഇല്ലെങ്കിൽ വിവാഹമാലയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഭക്തജനങ്ങൾ സാധാരണ 2 മാല മേടിച്ചിട്ട് അച്ഛനും അമ്മയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ, അതായത് ഷഷ്ടി ദിവസം, അതായത് വെളുത്ത ഷഷ്ടിക്കും കറുത്ത ഷഷ്ടിക്കും, അതായത് കറുത്തവാവ് വെളുത്തവാവ് വരുന്ന ഷഷ്ടി ദിവസം എന്ത് ചെയ്യണം? ഈ 6 പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവാന് ചാർത്താൻ കൊടുക്കുക. രാവിലെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ചാർത്തിയതിന് ശേഷം ആ വ്യക്തിയുടെ പേർക്ക്, അതായത് വിവാഹ തടസ്സം നേരിടുന്ന വ്യക്തിയുടെ പേർക്ക് ഭഗവാൻ ഒരു പഞ്ചാമൃതം നേദ്യം കൊടുക്കുക. ഇത് പഞ്ചാമൃത നേദ്യം ഈ ഒരു കാര്യം ഒറ്റ തവണ ചെയ്താൽ മതി. എന്നിട്ട് കല്യാണം ആകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു നേർച്ച, ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാകും. ചിലവർ കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ ഭഗവാനെ ഇവരെ കൊണ്ട് തൊഴിയിച്ചേക്കാം, ഇല്ലെങ്കിൽ ഒരു ദിവസത്തെ പൂജ നടത്തിയേക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ ഭക്തിയിൽ വരും ഭഗവാന്റെ നേരെ നിന്ന് ഭഗവാൻ അത് നമുക്ക് ഓർപ്പിച്ച് തരും. ഇപ്പം ഞാൻ പറയുന്ന പോലെ അല്ലായിരിക്കും. ചിലവർ പൂജ പറയും, ചില ആൾക്കാർ ഇവിടെ കൊണ്ട് തൊഴിയിച്ചേക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ചുറ്റുവിളക്ക് എടുത്തേക്കാം, ഭഗവാൻ ഒരു വേല് സമർപ്പിച്ചേക്കാം. അപ്പം നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ 6 വലത്ത് വെച്ച് നമ്മുടെ സങ്കടങ്ങൾ പറയുന്ന ഒരു സമയത്ത് നമ്മൾ ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാനും ഭക്തനും തമ്മിൽ ഒരു മനസ്സിൻ്റെ ഒരു വിശ്വാസപ്രകാരം ഭഗവാൻ ആവശ്യമുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വരും. ആ ഒരു കാര്യമായിരിക്കും നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് നേടുന്ന, വിവാഹം കഴിഞ്ഞ് ഞങ്ങളത് സമർപ്പിച്ചേക്കാം എന്ന്. അപ്പം അവിടെ ഭക്തിയും വിശ്വാസവും കൂടി നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടും. വിവാഹമാലയ്ക്ക് സാമ്പത്തികം ഇല്ലാത്തവർ വീണ്ടും വിവാഹമാലകൾ സാധാരണ രീതിയിലുള്ള 2 മാല ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയും ചേർന്ന് വേണം ഈ ഒരു വഴിപാട് നിൽക്കുക. ഇപ്പോൾ അച്ഛൻ ദൂര സ്ഥലത്താണ്, അമ്മ മാത്രമാണ് വീട്ടിലുള്ളെങ്കിൽ അമ്മയ്ക്ക് മാത്രമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അമ്മ ജോലി സ്ഥലത്താണ്, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർ ആരെങ്കിലും ഒരാളാണെങ്കിലും ചെയ്യാം. 2 പേരും കൂടെ ചെയ്യുമെങ്കിൽ വളരെയേറെ ഉത്തമമാണ്. ഇത് ഒറ്റ ദിവസം ചെയ്താൽ മതി. ഇത് ഞാൻ വീണ്ടും പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് പറയുന്ന ഭക്തജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വീണ്ടും പറയുകയാണ്, 2 വിവാഹമാല മേടിച്ചിട്ട് കറുത്ത ഷഷ്ടിക്കോ വെളുത്ത ഷഷ്ടിക്കോ ചെയ്യാം. ഷഷ്ടിയുടെ ദിവസം തന്നെ ആയിരിക്കണം. 6 പ്രദക്ഷിണം വെച്ച് സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള ഒരു വഴിപാട് അവിടെ നേടുക. ആ ഒരു സമയത്ത് വഴിപാട് നമ്മുടെ ഒരു മനസ്സിൽ വരും. അതാണ് ഭഗവാന്റെ ശക്തി. ഈ ഒരു കാര്യം ചെയ്യും. വിവാഹ തടസ്സം നിലവിൽ നേരിടുന്ന ഭക്തജനങ്ങൾക്ക് നല്ലൊരു പ്രയോജനം മാറി വിവാഹ തടസ്സം മാറിക്കിട്ടും.